ഗ്രീൻലാൻഡിന്റെ പൂർണ്ണാവകാശം ഞങ്ങൾക്ക് വേണം. ആ ഗ്രീൻലാൻഡിനെ ഞങ്ങൾ നിയന്ത്രിക്കും. അത് അമേരിക്കൻ ജനതയുടെ സുരക്ഷയുടെ ഭാഗമാണ്. വേണമെങ്കിൽ ഞങ്ങൾ നൽകുന്ന പണം വാങ്ങി ഇട്ടിട്ട് പൊയ്ക്കൊള്ളൂ എന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. കഴിഞ്ഞ ദിവസം ട്രംപ് അത് പരസ്യമായി പറഞ്ഞു. ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന്. ഇത് വാസ്തവത്തിൽ നാറ്റോ സഖ്യത്തിൽ ഭിന്നതയുണ്ടാക്കിയിരിക്കുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾ സംയുക്തമായി ഡെൻമാർക്കിന് പിന്തുണ പ്രഖ്യാപിച്ചു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമറും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ജർമ്മനി, ഇറ്റലി, പോളണ്ട്, സ്പെയിൻ എന്നീ രാജ്യങ്ങളുടെ തലവന്മാർ ഒരുമിച്ച് ചേർന്ന് സംയുക്ത പ്രസ്താവനയിലൂടെ ഡെൻമാർക്കിനെ പിന്തുണച്ചു, ട്രംപിനെ എതിർത്തു. പക്ഷെ ഇതൊന്നും തന്നെ ബാധിക്കുകയില്ല എന്ന് പറഞ്ഞ് ട്രംപ് മുമ്പോട്ട് പോകുന്നു. ഇത് വളരെ ഗൗരവമേറിയ വിഷയമായി മാറുകയാണ്. ഓർക്കണം, വെനസ്വേലയുടെ പ്രസിഡന്റിനെയും അയാളുടെ ഭാര്യയെയും തട്ടിക്കൊണ്ടുപോയി വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനെ യൂറോപ്യൻ രാജ്യങ്ങൾ മനസ്സോടെ പിന്തുണച്ചു. അവിടെയൊന്നും അവസാനിക്കുന്നില്ല. അടുത്തത് ഗ്രീൻലാൻഡ് ആണ്. ഗ്രീൻലാൻഡ് ശത്രു രാജ്യത്തിന്റെ ഭാഗമല്ല, അമേരിക്കൻ സഖ്യത്തിന്റെ ഭാഗമാണ്. പക്ഷെ ഗ്രീൻലാൻഡിൽ അധിനിവേശം നടത്തും. അതിന് അധിക കാലമില്ല. ഈ വെനസ്വേലയിൽ ഒന്ന് സെറ്റിൽ ആവട്ടെ, 2-3 മാസം എന്നാണ് ട്രംപ് പരസ്യമായി പറഞ്ഞത്. ഇതാണ് നാറ്റോ സഖ്യത്തിൽ ഭിന്നതയുണ്ടാക്കിയിരിക്കുന്നത്. റഷ്യയോ മറ്റേതെങ്കിലും രാജ്യമോ ഡെൻമാർക്കിനെ ആക്രമിച്ചാൽ എതിരിടാൻ അമേരിക്ക അടക്കമുള്ള സഖ്യരാജ്യങ്ങൾ മുഴുവൻ എത്തും. എന്നാൽ അമേരിക്ക ഡെൻമാർക്കിന് ഒരു ഭൂപ്രദേശം പിടിച്ചെടുത്താൽ എന്തു സംഭവിക്കും? അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.